ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ശാന്തിഗിരി ഫെസ്റ്റ് കാണാനാണ്. തിരുവനന്തപുരം പോത്തൻകോടാണ് ശാന്തിഗിരി ആശ്രമം ഉള്ളത്. അവിടെ തന്നെയാണ് ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ കയറണമെങ്കിൽ ഒരു 100 രൂപയുടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതെടുത്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് വലിയൊരു സ്റ്റാറും ഒരു ക്രിസ്മസ് പപ്പി അവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതിന് കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് പോർഷൻ മുഴുവനും നമുക്ക് ഗാർഡനിങ് ആണ്. നമ്മൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് ഈ നടപ്പാത രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. അത് ഒരു നല്ല ഭംഗിക്ക് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡലുകളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സ്റ്റാച്യൂസ് ഈ ഗാർഡൻ്റെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും അവർ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ 2 ആനയുടെ സ്റ്റാച്ചു ഉണ്ട്. അത് ഇച്ചിരി വലിയ സ്റ്റാച്ചു ആണ്. അത് ഫുള്ള് ഒരു പച്ച കളറിൽ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ നിന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ തറയിലെല്ലാം പല പല മോഡലിലുള്ള ഈ സ്റ്റാച്ചു നമ്മൾ കണ്ടെടുത്ത് വീണ്ടും നമുക്ക് അവിടെ ഒരുപാട് അലങ്കാര ചെടികളും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റിങ്ങും ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നക്ഷത്രവനം എന്നൊരു ബോർഡുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എൻട്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരുപാട് സ്റ്റാർസ് തൂക്കിയിട്ടിരിക്കുന്നതായിരിക്കും. അല്ല, നമ്മുടെ ജന്മനക്ഷത്രം വെച്ചിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഓരോ ചെടി എന്ന രീതിയിൽ ഒരു ബോർഡ് വെച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ബോൺസൈസ് ഉണ്ട്, ഒരു കുഞ്ഞ് പോണ്ടുണ്ട്. ഫോട്ടോ സെഷനുള്ള സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് സ്റ്റാച്യൂസ് ഈ ചെടികളുടെ ഇടയിൽ കാണാൻ പറ്റും. ഒരുപാട് ബോൺസൈസ്, അങ്ങനെ പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. കുറച്ച് ബെഞ്ചസും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്കും അങ്ങനെ അറേഞ്ച് ചെയ്തൊരു ചെറിയ സ്റ്റാളുണ്ട്. കുറച്ച് സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 3.5 മണിക്കൂർ ഇത് ഫുള്ള് കണ്ടിട്ട് വരാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പന്തലിട്ടിട്ട് അതിൻ്റെ മേളിൽ ഫുള്ള് സ്റ്റാർസ് തൂക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടപ്പാതെ വഴി വീണ്ടും നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടാണ് പോകുന്നത്.